IV injection. IV injection, as the name suggests, it's intravenous injection. We are injecting the medication into the vein. So definition of IV injection: administration of medication into the vein is termed as intravenous injection. Purposes of IV injection: to administer drug for immediate distribution and action, to achieve high levels of medication in a short period of time, to inject a drug for its specific action in the bloodstream or on the walls of blood vessels, for example, anticoagulant medications. To inject a drug when it cannot be given through other routes. To introduce a drug for diagnostic purposes. To supply the body with food in the form of fluids, means if the patient is not able to take food, like patient has undergone a major surgery of the abdomen. So അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഇൻഡസ്റ്റൈനൊക്കെ റെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പേഷ്യൻ്റെ എൻ്റയർ ന്യൂട്രീഷൻ നമ്മൾ ഒരു എന്താ പറയുക ന്യൂട്രിയൻ ഫോർമുല എന്താണ് ടോട്ടൽ പാരൻ്റൽ ന്യൂട്രീഷൻ അങ്ങനെ കൊടുക്കും. അത് ഇൻട്രാവീനസ് ആയിട്ടാണ് കൊടുക്കുക for fluid and electrolyte replacement. Methods of intravenous administration of medication as mixtures within large volumes of intravenous fluid. എങ്ങനെയൊക്കെ നമ്മൾ ഇൻട്രാവീനസ് മരുന്ന് കൊടുക്കും, മെഡിക്കേഷൻ കൊടുക്കും? ഒന്ന്, ലാർജ് വോളിയം ഇൻട്രാവീനസ് ഫ്ലൂയിഡിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. നമ്മൾ ഡ്രിപ്പിനകത്ത് മരുന്ന് ആഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ദെൻ സ്മോൾ വോളിയം ഓഫ് മെഡിക്കേഷൻ, ദാറ്റ് ഈസ് ഇഞ്ചക്ഷൻ ഓഫ് എ ബോളസ് ത്രൂ ആൻ എക്സിസ്റ്റിംഗ് IV ഇൻഫ്യൂഷൻ ലൈൻ, എക്സാമ്പിൾ ഹെപ്പറിനിലേക്ക്. അതായത് സ്മോൾ ഷോട്ട് നമ്മൾ ഇന്ത്യയിൽ ഒരു 10 ml സിറിഞ്ചിൽ അല്ലെങ്കിൽ ഒരു 5 ml സിറിഞ്ചിൽ സ്മോൾ വോളിയം എടുത്തിട്ട് IV കാനുള്ള കൈമുണ്ടാവും, അതുമ്പോൾ കണക്ട് ചെയ്തിട്ട് അത് വളരെ സ്മോൾ വോളിയംസ് ഓഫ് മെഡിക്കേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും ബോളസ് അഡ്മിനിസ്ട്രേഷൻ. Then intermittent intravenous infusion by piggyback, that is infusion of the solution containing prescribed medication in a small amount of IV fluid through an existing line. ഞാൻ ഓൾറെഡി പറഞ്ഞു, പിഗ്ഗി ബാഗ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ ഒരു IV സ്റ്റാൻഡിന്മേൽ രണ്ടെണ്ണം ഉണ്ടാവും. ഒരു ബാഗിനകത്ത് 2 ബാഗ് ഉണ്ടാവും. ഒരു ബാഗിനകത്ത് മെഡിക്കേഷനും ഒരു ബാഗിനകത്ത് IV ഫ്ലൂയിഡും. അതാണ് intermittent intravenous infusion. Then volume controlled infusion. Volume controlled infusion ആണ് നമ്മൾ ഇൻഫ്യൂഷൻ പമ്പൊക്കെ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ intermittent venous access വഴിട്ട് കൊടുക്കും. Large volume infusion. Among the above methods of administering IV medication, mixing the medication large volume of fluid is safest and easiest one. ഏറ്റവും സേഫ് ആയിട്ടുള്ളതും ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇപ്പം നമുക്കൊരു 20 ml മെഡിക്കേഷൻ കൊടുക്കാനുണ്ട്. പേഷ്യൻ്റ് ഓൾറെഡി ഒരു 500 ml ഫ്ലൂയിഡ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിലൊരു 250 ml റിമൈനിങ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും, മെഡിക്കേഷൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഭയങ്കര സേഫസ്റ്റ് ആണ്. ഒരുപാട് ഡൈല്യൂട്ട് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ സേഫസ്റ്റ് ആണ്, ഈസിയറുമാണ്. Drugs are diluted in large volumes, that is 500 ml of IV fluid such as normal saline or ringer lactate. ഒന്നെങ്കിൽ നമ്മൾ നോർമൽ സലൈനിൽ ഡൈല്യൂട്ട് ചെയ്യും, അതല്ലെങ്കിൽ നമ്മൾ RL എന്ന് പറയും, റിങ്ങർ ലാക്ടേറ്റ്, അതിനകത്ത് ഡൈല്യൂട്ട് ചെയ്യും എന്നൊരു. As the medications are not in concentrated form, the side effects and fatal reactions are very minimal. Potassium chloride, polyvione, heparin, aminophylline are the types of drugs commonly added to intravenous fluid. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ്, ഡ്രഗ് ഭയങ്കര ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് അല്ലേ, കോൺസെൻട്രേറ്റഡ് അല്ല. അപ്പോൾ ഫേറ്റൽ റിയാക്ഷൻസ് വളരെ മിനിമൽ ആയിരിക്കും. നമ്മളങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന മെഡിക്കേഷനാണ് പൊട്ടാസ്യം ക്ലോറൈഡ്, പോളിബയോൺ, ഹെപ്പാരിൻ, അമൈനോഫിലിൻ ഒക്കെ. നെക്സ്റ്റ് ആണ് ഇൻട്രാവീനസ് ബോളസ്. An IV bolus is the introduction of a concentrated dose of drug directly into the systemic circulation. ഇവിടെ എങ്ങനെയാണ്, കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഡ്രഗ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ IV സിസ്റ്റമിക് സർക്കുലേഷനിൽ ഇടാം. ഇവിടെ കോൺസെൻട്രേറ്റഡ് ആണ് ഡ്രഗ്, അപ്പോൾ ഡൈല്യൂട്ട് ചെയ്യുന്നില്ല. നമ്മളൊരു 5 ml 10 ml ഡ്രഗ് എടുത്ത് അങ്ങനെ കൊടുക്കുവാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഡ്യൂറിങ് എമർജൻസി ആൻഡ് റാപ്പിഡ് റെസ്പോൺസ് ആണ്. റാപ്പിഡ് റെസ്പോൺസ് ആവശ്യമുള്ള സാധനം, പ്രത്യേകിച്ച് എമർജൻസി സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. An IV bolus may be given directly into the vein or into existing IV line through an injection put. ഇത് നമുക്ക് ഈ ബോളസ് കൊടുക്കുന്നത് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് IV ലൈനിലേക്ക് കുത്താം, അതായത് പേഷ്യൻറ്റിൻ്റെ ഹാൻഡിൻ്റെ ഒരു ആക്സസിബിൾ വെയിനിലേക്ക് നമ്മൾ നീഡിൽ വെച്ച് ഡയറക്റ്റ് കുത്തിയിട്ട് ഒരു പുഷ് കൊടുക്കുന്നു, ഡ്രഗ് പുഷ് ചെയ്യുന്നു. അതല്ലെങ്കിൽ പേഷ്യൻ്റെ കൈമ ഒരു കാനുല ഇട്ടിട്ട് ആ കാനുല വഴി കൊടുക്കുന്നു. Accidental infiltration of medication to tissues around a vein can cause pain, sloughing of tissues and abscess depending on the composition of medication. ഇങ്ങനെ കൊടുക്കുമ്പോൾ റിസ്ക് തന്നെയാണ്. നമ്മൾ ഡയറക്റ്റ് ഒക്കെ പുഷ് ചെയ്യുമ്പോൾ ഇപ്പോൾ ആക്സിഡൻ്റലി ആ വെയിനിന് ഡിസ്ലോഡ്ജ്ഡ് ആയെങ്കിൽ എന്ത് സംഭവിക്കാം, ആ ഭാഗത്ത് നെക്രോസിസും ഇൻഫിൽട്രേഷനും ഒക്കെ സംഭവിക്കാം. IV bolus is the most dangerous method of administering drugs because there is no time to correct this. നമ്മൾ IV ആയിട്ട് കൊടുക്കുന്നത്, ഇൻട്രാവീനസ് ആയിട്ട് കൊടുക്കുന്നതാണ് ഫാസ്റ്റ് ഏറ്റവും റാപ്പിഡ് റിയാക്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡ്രഗ് ഇട്ട് അവിടെ എന്തെങ്കിലും ഒരു എറർ വന്ന് നമുക്ക് തിരുത്താനോ തിരിച്ചെടുക്കാനുള്ള സമയമില്ല. സോ പേഷ്യൻറ്റ് മേ ഹാവ് ഫേറ്റൽ റിയാക്ഷൻസ്. വളരെ കെയർഫുൾ ആയിരിക്കണം when we are giving IV injections. Certain drugs should never be given as IV. ചില മെഡിക്കേഷൻസ് IV കൊടുക്കാനേ പാടില്ല. ഇപ്പോൾ പൊട്ടാസ്യം ക്ലോറൈഡ് ഒന്നും ഒരിക്കലും IV കൊടുക്കാൻ പാടില്ല.
Piggyback IV administration or intermittent intravenous infusion. Piggyback sets are small IV bags or bottles connected to short tubings that connect to the white part of a primary infusion line or an intermittent venous access. The piggyback tubing is micro drip system. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു 2 IV ബോട്ടിൽ ഉണ്ടാവും, ഒരു മെഡിക്കേഷനും പിന്നെ ഒരു IV ബോട്ടിലും. അത് വൈപ്പോർട്ട് വെച്ച് കണക്ട് ചെയ്തിട്ട് അതിലൂടെ ആയിരിക്കും കൊടുക്കുന്നത്. ഇനി വോളിയം കൺട്രോൾഡ് ഇൻഫ്യൂഷൻ. Administering small amount of IV medication using secondary fluid container separate from primary IV fluid bag. ഇവിടെ എന്താണ് വോളിയം കൺട്രോൾഡ് ഇൻഫ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ IV ട്യൂബിൽ നിന്ന് ഒരു ചെറിയൊരു ചേമ്പർ കൂടി ഉണ്ടാവും. 50 ml 150 ml ചേമ്പറും കൂടി ഉണ്ടാവും. നമ്മൾ അറ്റ് എ ടൈം ഇത്ര വോളിയം കൊടുക്കുന്നുള്ളൂ, ഒരു മണിക്കൂറിലേക്ക് 50 ml അങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ കൺട്രോൾ ചെയ്ത് കൊടുക്കുന്നതാണ് വോളിയം കൺട്രോൾഡ് ഇൻഫ്യൂഷൻ. ഇത്രയാണ് ടൈപ്സ് ഓഫ് IV ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ IV മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. നെക്സ്റ്റ് ആണ് സൈറ്റ്സ് ഓഫ് IV ഇഞ്ചക്ഷൻ. എവിടെയൊക്കെ നമ്മൾ IV ഇഞ്ചക്ഷൻ കൊടുക്കും. സൈറ്റ്സിൽ വരുന്നതാണ് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള എല്ലാ വെയിൻസും ഉണ്ട് എക്സ്ട്രിമിറ്റീസ്. ഇപ്പോൾ കൈയുടെ ഈ ഇന്നർ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ സിഫലിക് വെയിൻ, ആക്സിലറി സിഫലിക് വെയിൻ, ബേസിലിക് വെയിൻ, മീഡിയൻ ക്യൂബിറ്റൽ വെയിൻ, പിന്നെ മീഡിയൽ ആൻറ്റി ബ്രേക്കിയൽ വെയിൻ, റേഡിയൽ വെയിൻ, അല്ലാർ വെയിൻ ഒക്കെ പറ്റും. അതേപോലെ നമ്മൾ ഈ ഔട്ടർ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ സിഫലിക് വെയിൻ, ബേസിലിക് വെയിൻ, ഡോർസൽ വെയിനസ് നെറ്റ്വർക്ക്, ഡോർസൽ മെറ്റാകാർപ്പൽ വെയിൻസ് ഒക്കെ പറ്റും. ദെൻ കാലിൽ ഗ്രേറ്റ് സഫിനസ് വെയിൻ, ഡോർസൽ പ്ലെക്സസ്, ഡോർസൽ ആർക്ക്. ഇത്രയാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സൈറ്റ്സ് എന്ന് പറയുന്നത്. വേറെ ഉണ്ട്, അത് ഞാൻ പറയാം. When selecting a site for administration of IV fluid or IV injection, it is essential to consider the following factors. നമ്മളൊരു വെയിൻ സെലക്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഒന്ന് കണ്ടീഷൻ ഓഫ് ദ വെയിൻ, കൊളാപ്സ്ഡ് ആണോ അല്ലേ, the characteristics of the tissue over the vein. ആ വെയിൻ്റെ മുകളിലുള്ള ടിഷ്യൂൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് വെയിൻ്റെ സറൗണ്ടിങ്സിലുള്ള ടിഷ്യൂ എഡിമാറ്റസ് ആണോ, ഇൻജുവേർഡ് ആണോ, ഡിസീസ്ഡ് ആണോ, ഇൻഫ്ലമേറ്റ് ആണോ. Then purpose and the duration of the infusion. Then the type of the amount of fluid ordered, the diagnosis and general condition of the patient. The most convenient veins for venipuncture in the adult are basilic and the median cubital vein in the antecubital fossa because these veins are large and superficial. However, for prolonged infusion, these veins cannot be used without limiting movement by the elbow joint by using splint. അതായത് നമുക്ക് ഏറ്റവും മോസ്റ്റ് കൺവീനിയൻ്റ് ആയിട്ടുള്ള വെയിൻ എന്ന് പറയുന്നത് ബേസിലിക് വെയിൻ, സിഫിലിക് വെയിൻ ഒക്കെയാണ്. അതുപോലെ ഈ വെയിൻസ് ഡോർസൽ വെയിനസ് നെറ്റ്വർക്ക് ഇതൊക്കെയാണ് വളരെ കൺവീനിയൻറ്റ്. പക്ഷേ ഈ സിഫിലിക് വെയിനും ബേസിലിക് വെയിനൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറേ നാളത്തേക്കൊന്നും പറ്റില്ല, ഈ എൽബോ ജോയിൻ്റെ മൂവ്മെൻറ്റ് റെസ്ട്രിക്ട് ചെയ്യേണ്ടതായിട്ട് വരും. Now, guidelines for vein selection. നമ്മളൊരു വെയിൻ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. യൂസ് മോസ്റ്റ് ഡിസ്റ്റൽ പോർഷൻ ഓഫ് ദ വെയിൻ ഫസ്റ്റ്. ഏറ്റവും ഡിസ്റ്റൽ ആയിട്ടുള്ള വെയിൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. അവിടെ നിന്ന് കയറി മേലോട്ട് പോകണം. യൂസ് ക്ലയൻസ് നോൺ ഡോമിനൻറ്റ് ഹാൻഡ് വെനെവർ പോസിബിൾ. ഏറ്റവും ആദ്യം നോൺ ഡോമിനൻറ്റ് ഹാൻഡ് എടുക്കാം. പിന്നീട് അവിടുത്തെ വെയിൻസ് കിട്ടാതാകുമ്പോൾ ഡോമിനൻറ്റ് ഹാൻഡിലേക്ക് വരാം. 2 കൈയും കഴിയുമ്പോൾ കാലിലേക്ക് പോകാം. അങ്ങനെ വേണം നമ്മൾ നോക്കേണ്ടത്. യൂസ് വെയിൻസ് ഇൻ ദ ഫീറ്റ് ആൻഡ് ലെഗ്സ് ഓൺലി വെൻ arm veins are inaccessible since they are more prone to thrombus formation. Leg veins എന്ന് പറയുന്നത് more prone to thrombus formation ആണ്. So choose that at last. Select a vein that easily palpated and feels soft and full, is naturally splinted by bone, is large enough to allow adequate circulation around the catheter. If the person is right-handed, use the left thumb follows more independent and vice versa. അത് നമ്മൾ റൈറ്റ് ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരാളുടെ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് അയാളുടെ മൂവ്മെൻ്റ് ഒക്കെ ബാക്കി എല്ലാ പുളിയും കാര്യങ്ങളൊക്കെ പോസിബിൾ ആവും. നമ്മൾ ആദ്യമേ തന്നെ ഡോമിനൻ്റ് ഹാൻഡ് എടുത്ത് അയാളുടെ ബാക്കി എല്ലാ ആക്ടിവിറ്റീസും റെസ്ട്രിക്റ്റഡ് ആവും. മോസ്റ്റ് കോമൺലി യൂസ്ഡ് വെയിൻസ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ ഫ്രീക്വൻസി. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെയിൻ, പിന്നെ അങ്ങനെ താഴേക്ക് ഏറ്റവും അവസാനം ഉപയോഗിക്കുന്ന വെയിൻ. ഫോറാമിലെ ബേസിലിക് വെയിൻ, സെഫലിക് വെയിൻ, ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അഡൽട്സിൽ ഉപയോഗിക്കുന്ന വെയിൻ. പിന്നെ ആൻറ്റി ക്യൂബിറ്റൽ ഫോസിലെ മീഡിയൻ ക്യൂബിറ്റൽ വെയിൻ, ബേസിലിക് വെയിൻ ആൻഡ് സെഫലിക് വെയിൻ. റേഡിയൽ ഏരിയയിൽ റേഡിയൽ വെയിൻ, ഹാൻഡ്സിൽ മെറ്റാകാർപ്പൽ വെയിൻ, ഫൂട്ടിൽ ഗ്രേറ്റ് സാഫിനസ് ആൻഡ് ഡോർസൽ പ്ലെക്സസ് വെയിൻ, കൈയിൽ ഗ്രേറ്റ് സാഫിനസ് ആൻഡ് ഫീമറൽ വെയിൻ, സ്കാൽപ്പ് വെയിൻസിൽ ഇൻഫൻസിൽ സ്കാൽപ്പ് വെയിൻസ്. ഇതൊക്കെ ഏറ്റവും ലെസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. Then avoid using the following veins. Veins in the areas of flexion, antecubital fossa vein avoid ചെയ്യുക because flexion movement വരുമ്പോൾ cannula dislodged ആവും. Veins that are highly visible since they tend to roll away from the needle. Tortuous veins avoid inserting IV through infection or rash. ഒരു infection or rash ഉള്ള സ്ഥലത്ത് നമ്മൾ കുത്താണ്ടിരിക്കുക.